ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ സ്വാദിഷ്ടമായിട്ടുള്ള അവിൽ പുട്ടിൻ്റെ റെസിപ്പിയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പം നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കേട്ടോ. വളരെ ഹെൽത്തി ആയിട്ടുള്ള അവിൽ പുട്ട് കേട്ടോ. ആദ്യമായിട്ടൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള അത്ര അവിലിട്ടിട്ട് നല്ലോണം വറുത്തെടുക്കണം. നല്ലോണം മൊരിഞ്ഞ് വരുന്നത് വരെ നമ്മളത് വറുത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതെടുത്തിട്ട് നമുക്ക് മിക്സിയിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അതിനെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഞാനിവിടെ പൊടിച്ചത് കുറച്ച് അധികം പൊടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു പരിവാകുമ്പം നമ്മളത് തണിയാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ആ നേരം കൊണ്ട് നമുക്ക് പുട്ടിനുള്ള തേങ്ങ ചിരവി എടുക്കാം കേട്ടോ. അങ്ങനെ തേങ്ങയൊക്കെ നമ്മളിവിടെ ചിരവി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പുട്ടിൻ്റെ കോമ്പിനേഷനായിട്ടുള്ള കടലക്കറിക്കും കൂടെയുള്ള തേങ്ങ എന്നിട്ട് നമ്മളിവിടെ ചിരവുന്നത്. അങ്ങനെ തേങ്ങൻ്റെ ചിരവലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് കാണാം. ഒരു മിക്സിൻ്റെ ജാർ എടുക്കുന്നു. അതിലേക്ക് അവിൽ തണിഞ്ഞിട്ടുണ്ടാവും. അതെടുത്തിട്ട് അവിലിനെ നമ്മളൊന്ന് പൊടിച്ചെടുക്കണം. ഇത്രയും ഞാൻ പൊടിച്ച് വെച്ചിട്ടുള്ള ഇത്രയും നൈസ് ആവണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് ക്രഷ് ആയാൽ മാത്രം മതി. ഇനി നമുക്കതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഉപ്പും ആഡ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ചായിട്ട് വെള്ളം തണിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, കുഴച്ചെടുക്കാൻ. സാധാരണ പുട്ട് കുഴക്കുന്ന പോലെ അങ്ങ് കുഴച്ചെടുത്താൽ മതി കേട്ടോ. ചെറുതായിട്ടൊരു നനവ് വേണമെന്നേ ഉള്ളൂ. അങ്ങനെ ഇത് മൊത്തം ഞാനൊന്ന് കുഴച്ച് റെഡിയാക്കി സെറ്റാക്കി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് പുട്ടും പാനിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കത്തിച്ച് അവിടെ ചൂടാകാൻ വേണ്ടിയിട്ട് അവിടെ തിളയ്ക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ആ നേരം കൊണ്ട് പുട്ടും കുറ്റിയിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുന്നു. സാധാ പോലെ ആ മിക്സ് എടുത്തിട്ട് അതിലേക്ക് ചേർക്കുന്നു. സാധാ പോലെ ഫില്ല് ചെയ്യുന്നു കേട്ടോ. അങ്ങനെ ഫില്ലിംഗ് ഒക്കെ കഴിഞ്ഞ് നമുക്ക് ആവിക്കത് വേവിച്ചെടുക്കണേ. അപ്പോൾ പുട്ട് റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കുറച്ച് കടല വേവിക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ടിട്ട് അത് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് അതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. പാകത്തിനുള്ള ഉപ്പും കൂടെ ഇടാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ അത് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് കേട്ടോ പുട്ട്. കുത്തുമ്പോൾ സൂക്ഷിക്കണം, ഒന്ന് തണിഞ്ഞതിന് മാത്രം ശേഷം കുത്തുക കേട്ടോ, അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് പൊടിയാൻ സാധ്യതയുണ്ട്. ഇനി അടുത്തതായിട്ട് കടല വറുത്തരച്ചാണ് കറി വെക്കാൻ പോകുന്നത്. അപ്പോൾ തേങ്ങയും ഇതിൽ കുറച്ച് കുരുമുളകും ചെറിയൊരു കഷ്ണം പട്ടയും കറിവേപ്പിലയും ചെറിയ ഉള്ളിയും ഇട്ടിട്ടുണ്ട്. അത് നല്ലോണം വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി മറ്റൊരു പാൻ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. കടുകിട്ട് കൊടുക്കുക, വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ കറിവേപ്പില ഇട്ട് ഈ വേവിച്ച് വെച്ചിട്ടുള്ള കടല അതിലേക്ക് തട്ടുക. എന്നിട്ട് മാറ്റി വെച്ചിട്ടുള്ള അരപ്പൊക്കെ അരയ്ക്കുന്നത് ഞാൻ കാണിക്കാൻ വിട്ടുപോയത് കേട്ടോ. അപ്പോൾ അരപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ കറി ഇവിടെ റെഡി. അപ്പം നിങ്ങൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അവിൽ പുട്ടും കടലക്കറിയും ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ സബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. അപ്പം അത്രയേ ഉള്ളൂ. ടാറ്റ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത്. ടാറ്റ, ബൈ ബൈ.